Good evening. Good evening, sir. Okay. Good evening, sir. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Evening, sir. കഴിഞ്ഞ എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് പല ആളുകളും തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള സജഷൻ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണമെന്ന് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് സെയിൽസ് 1,60,000, return inward rupees 10,000, gross profit 60,000, and a return outward 15,000. Cost of goods sold is dash. Cost of goods sold കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാല് സെയിൽസിൽ നിന്ന് അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുക, അതായത് പ്രോഫിറ്റ് കുറച്ച് ബാക്കിയുള്ള കോസ്റ്റ് ആണ്, വിറ്റ വസ്തുവിന്റെ കോസ്റ്റ് ആണ്. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? വിറ്റ് പോയിട്ടുള്ള സെയിൽ നടന്നിട്ടുള്ള ഗുഡ്സ് അതിന് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. സോ അത് കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുന്നതാണ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ആ ഡീറ്റെയിൽസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ഇവിടെ നമുക്ക് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെയിൽസ് 1,60,000 ആണ്, സെയിൽസ് റിട്ടേൺ 10,000 ഉണ്ട്, അത് മൈനസ് ചെയ്താൽ നെറ്റ് സെയിൽസ് 1,50,000. നെറ്റ് സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ മതി. നെറ്റ് സെയിൽസ് 1,50,000 മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് 60,000. സോ ദ ആൻസർ ഈസ് 90,000. ഇത് മിക്കവാറും എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 90,000. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, പലരും തെറ്റിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following books should be used to record purchase of furniture on credit? സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പർച്ചേസ് എന്ന് കണ്ടപ്പോൾ വേഗം എഴുതിയതാവാം പർച്ചേസ് ബുക്ക് എന്ന്. പലരും പർച്ചേസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ പർച്ചേസ് ബുക്ക് വരുമോ? ഇല്ല. പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ മാത്രമേ പർച്ചേസ് ബുക്ക് വരുള്ളൂ. ഓക്കെ, സോ നമ്മൾ പ്രത്യേകം പറയുന്നു പർച്ചേസ് ഓഫ് അസെറ്റ്സ്. പർച്ചേസ് ഓഫ് അസെറ്റ്സ് ഒക്കെ ഏതിലാണ് വരിക? Journal proper. ജേണൽ പ്രോപ്പറിലാണ് വരിക. ഓക്കെ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്യാഷ് ആണെങ്കിലോ? Cash book. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, which of the following is correct? Errors in personal account and real account affect the net profits. കറക്റ്റ് ആണോ? Errors in personal account and real account affect the net profits. അല്ല, കറക്റ്റ് അല്ല. അല്ല സർ, കറക്റ്റ് അല്ലല്ലോ. കറക്റ്റ് അല്ല, കാരണം പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എക്സ്പെൻസ്, ഇൻകം അല്ലേ? എക്സ്പെൻസ്, ഇൻകം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ ചെയ്യുന്നത് എക്സ്പെൻസുകളാണ്, ക്രെഡിറ്റിൽ ഇൻകം ആണ് എഴുതുന്നത്. സോ എക്സ്പെൻസും ഇൻകം ഒക്കെ നോമിനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. നോമിനൽ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന എററാണ് നെറ്റ് പ്രോഫിറ്റിനെ അഫക്ട് ചെയ്യാം. അടുത്തത്, അഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ് മീൻസ് ദർ ഈസ് നോ എറർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതും കറക്റ്റ് അല്ല. ട്രയൽ ബാലൻസ് അഗ്രി ചെയ്തു എന്ന് കരുതി ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റായി എന്ന് കരുതി അതിൽ എറർ ഇല്ല എന്നില്ല. ഒരുപാട് എററുകൾ എന്നാലും ഉണ്ടാവാം അല്ലേ? എറർ ഓഫ് ഒമിഷൻ, കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ടെങ്കിൽ അത് ട്രയൽ ബാലൻസിന് റിഫ്ലക്ട് ചെയ്യൂല. എറർ ഓഫ് പ്രിൻസിപ്പൽ ട്രയൽ ബാലൻസിനെ റിഫ്ലക്ട് ചെയ്യൂല. അങ്ങനെ ഒരുപാട് എററുകൾ എന്നാലും ഉണ്ടാവാം. കോമ്പൻസേറ്റിംഗ് എറർ ഉണ്ടെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. തേർഡ് വൺ, ബേസിക്കലി എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 groups. അത് കറക്റ്റ് ആണ് അല്ലേ? എറേഴ്സിനെ നമുക്ക് 2 groups ആയിട്ട് തരംതിരിക്കാം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ തേർഡ് വൺ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾ കൂടുതൽ ആളുകൾ തെറ്റിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. Which of the following accounts will be affected?
while rectifying the error of carriage charges paid for a new plant purchased mistakenly debited to carriage account. നമ്മൾ റെക്ടിഫിക്കേഷനിൽ ചെയ്തതാണ്. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതൊക്കെ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി വരുമ്പോൾ അത് ഏതൊക്കെ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും? ഡെബിറ്റിൽ എന്ത് വരും, ക്രെഡിറ്റിൽ എന്ത് വരും? നിങ്ങൾക്ക് അറിയാൻ ചെയ്യുന്നത് ക്യാരേജ് എന്ന് പറയുന്ന എക്സ്പെൻസ്, സാധാരണ ക്യാരേജ് എക്സ്പെൻസ് നമ്മൾ എഴുതുക ക്യാരേജ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാരേജ് എക്സ്പെൻസ് ലൈൻ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, അങ്ങനെയാണ് എൻട്രി എഴുതുക. പക്ഷെ ഇവിടെ പുതിയ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്യാരേജ് ആണ്. സോ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കപ്പെടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്, റവന്യൂ എക്സ്പെൻസ് അല്ല. സോ ഇവിടെ എൻട്രി എന്താണ്? അസറ്റിന് ഡെബിറ്റ് ചെയ്യണം, പ്ലാന്റിന് ഡെബിറ്റ് ചെയ്യണം. സോ പ്ലാന്റിനെ അല്ല നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്, തെറ്റായിട്ടാണ് ചെയ്തത്. ക്യാരേജ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി എഴുതിയിരിക്കുന്നത്. ചെയ്യേണ്ടത് പ്ലാന്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ റെക്ടിഫിക്കേഷൻ എൻട്രി ക്യാരേജിനെ ഡെബിറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യണം. സോ ക്യാരേജിനെ ക്രെഡിറ്റ് ചെയ്യണം. പ്ലാന്റിനെ ഡെബിറ്റ് ചെയ്തിട്ടില്ല, പ്ലാന്റിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യണം. സോ ഇവിടെ പ്ലാന്റ് അക്കൗണ്ടിനെയും ക്യാരേജ് അക്കൗണ്ടിനെയും രണ്ടിനെയും ഇത് എഫക്ട് ചെയ്യും. അതിലെ ആൻസർ ബോത്ത് പ്ലാന്റ് അക്കൗണ്ട് ആൻഡ് ക്യാരേജ് അക്കൗണ്ട് എന്നാണ്. ഏതിനെ ഡെബിറ്റ് ചെയ്യണമെന്നോ ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നോ എന്നല്ല ചോദിച്ചത് റെക്ടിഫിക്കേഷൻ, ഏതിനെ അഫക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത്. സോ രണ്ടിനെയും അഫക്ട് ചെയ്യും. മറ്റൊരു ക്വസ്റ്റ്യൻ, which error will be discovered by the preparation of trial balance? ഇതിലേതായിരുന്നു കറക്റ്റ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുന്ന എറർ താഴെ പറയുന്നില്ലേതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്, ഇത് കണ്ടെത്താൻ പറ്റില്ല. ഇൻകറക്റ്റ് എമൗണ്ട് എൻറ്റേർഡ് ഇൻ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ്, ഡെബിറ്റിലും ക്രെഡിറ്റിലും ഇൻകറക്റ്റ് എമൗണ്ട് എഴുതിയിട്ടുണ്ട്. എമൗണ്ട് എൻറ്റേർഡ് ആസ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, രണ്ട് ഭാഗത്തും ഒരുപോലെ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്, അതും കണ്ടെത്താൻ പറ്റില്ല. കംപ്ലീറ്റ് ഒമിഷൻ, അതും കണ്ടെത്താൻ പറ്റില്ല, കാരണം ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് എൻറ്റർ ചെയ്തിട്ടില്ല. ലാസ്റ്റ് വൺ, ഇൻകറക്റ്റ് എമൗണ്ട് എൻറ്റേർഡ് ട്വൈസ് ആസ് ഡെബിറ്റ്സ്, ഡെബിറ്റിൽ തന്നെ 2 പ്രാവശ്യം എൻറ്റർ ചെയ്തു. അപ്പൊ അത് ഡെബിറ്റിൽ 2 പ്രാവശ്യം എമൗണ്ട് കൂടുതൽ കാണും. ക്രെഡിറ്റിൽ എമൗണ്ട് എഴുതിയിട്ടില്ല. സോ അത് ട്രയൽ ബാലൻസിലൂടെ റിഫ്ലക്ട് ചെയ്യും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ആളുകൾ തെറ്റിച്ചിട്ടുള്ളത്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ടോട്ടൽ അസറ്റ്സ്. ടോട്ടൽ അസറ്റ് കാണാം. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്, ഇക്വിറ്റി 1 lakh, കറന്റ് ഡെപ്റ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് റേഷ്യോ 0.4, ടോട്ടൽ ഡെപ്റ്റ് ഓണേഴ്സ് ഇക്വിറ്റി 0.6, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ 2 times, ഫിക്സ്ഡ് അസറ്റ് ഓണേഴ്സ് ഇക്വിറ്റി 0.6, ഇൻവെന്ററി ടേൺ ഓവർ 8 times. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ അസറ്റ് ആണ്. ടോട്ടൽ അസറ്റ് അവിടെ കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ടോട്ടൽ അസറ്റ് കാണാൻ എന്ത് ഡാറ്റയാണ് തന്നിരിക്കുന്നത്? അസറ്റ് സൈഡിലെ വല്ല ഐറ്റം തന്നിട്ടുണ്ടോ? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ തന്നിട്ടുണ്ട്. അത് വെച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ 2 times ആണ്. ടേൺ ഓവർ കാണണം. ടേൺ ഓവർ കാണാൻ ഡീറ്റെയിൽസ് ഇവിടെ ഇൻവെന്ററി ടേൺ ഓവർ തന്നിട്ടുണ്ട്, പക്ഷെ ഇൻവെന്ററി തന്നിട്ടില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ വഴി അടഞ്ഞെടുക്കണം. അപ്പൊ ആ രീതിയിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ നോക്കണം. ടോട്ടൽ അസറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും അല്ലെ, ബാലൻസ് ഷീറ്റിന്റെ 2 സൈഡ് തുല്യമാണ്. അപ്പൊ ഒരു സൈഡ് കിട്ടിയാൽ മതി മറു സൈഡ് കിട്ടാൻ. ടോട്ടൽ അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അവർ ഇക്വേഷൻ ഓർമ്മ വന്നാൽ അത് കിട്ടിയവർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഇക്വിറ്റി തന്നിട്ടുണ്ട്. ഇക്വിറ്റി 1 lakh ആണ്. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡിന്റെ പകുതി നമുക്ക് കിട്ടി. പകുതി മീൻസ് ലയബിലിറ്റി സൈഡിൽ ഓണേഴ്സ് ഇക്വിറ്റിയും ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റിയും ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഓണേഴ്സ് ഇക്വിറ്റി കിട്ടി 1 lakh ആണ്. ഇനി ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി കണ്ടാൽ മതി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, ഔട്ട്സൈഡ് ലയബിലിറ്റി, അതായത് ടോട്ടൽ ഡെപ്റ്റ് ആണ്. ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റിയും ടോട്ടൽ ഡെപ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ ഡെപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ടോട്ടൽ ഡെപ്റ്റ് ഓണേഴ്സ് ഇക്വിറ്റി 0.6. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 1 lakh ആണ്. ടോട്ടൽ ഡെപ്റ്റ് ഓണേഴ്സ് ഇക്വിറ്റി 0.6 ആണെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റിയുടെ 0.6 ആണ് ടോട്ടൽ ഡെപ്റ്റ്.
അതായത് 60%. 0.6 മീൻസ് 60% ആണ്. 1 ലാഖിന്റെ 60% ആണ് ടോട്ടൽ ഡെപ്റ്റ്. സോ നമുക്ക് ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് 60,000 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ലിയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് ഫുള്ള് കിട്ടിക്കഴിഞ്ഞു. ഇക്വിറ്റി 1 lakh ആണ്, ടോട്ടൽ ഡെപ്റ്റ് 60,000 ആണ്. സോ പിന്നെ അസറ്റ് സൈഡിലെ ടോട്ടൽ നമുക്ക് കിട്ടി. ലിയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ തന്നെയാണ് അസറ്റ് സൈഡിന്റെ ടോട്ടൽ. 1,60,000 ആണ് ടോട്ടൽ അസറ്റ്. ക്ലിയർ ആയില്ലേ? ലിയബിലിറ്റി സൈഡിൽ നമുക്ക് ഇക്വിറ്റി 1 lakh എന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഡെപ്റ്റ് എങ്ങനെ കണ്ടത്? ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി 0.6 ആണ്. സോ ഇക്വിറ്റിയുടെ 60%, ഇക്വിറ്റി 1 lakh ആണ്, അതിന്റെ 60% ടോട്ടൽ ഡെപ്റ്റ് 60,000. ലിയബിലിറ്റി സൈഡ് ടോട്ടൽ കിട്ടി 1,50,000. സോ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു 1,50,000. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതേ ക്വസ്റ്റ്യനിൽ തന്നെ ടോട്ടൽ സെയിൽസ് കാണാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിലുമായി ബന്ധപ്പെട്ട് ഇവിടെ നോക്കുക. ടോട്ടൽ അസറ്റ് നമ്മൾ കണ്ടവർക്ക് ടോട്ടൽ സെയിൽ കാണാൻ എളുപ്പമാണ്. ഇവിടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. അസറ്റ് ടേൺ ഓവർ റേഷ്യോ 2 times എന്ന് കൊടുത്തിട്ടുണ്ട്. ടേൺ ഓവർ റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടേൺ ഓവർ റേഷ്യോസ് ഒക്കെ നമ്മൾ ടേൺ ഓവർ ആണ് മുകളിൽ കൊടുക്കാറുള്ളത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിലും ടേൺ ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് ടേൺ ഓവർ. ഓക്കെ. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ടേൺ ഓവർ റേഷ്യോസിലൊക്കെ നമ്മൾ ടേൺ ഓവർ ആണ് മുകളിൽ കൊടുക്കാറുള്ളത്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ അസറ്റ് ആണ്. സോ ടേൺ ഓവർ ഡിവൈഡഡ് ബൈ അസറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ടു അസറ്റ് ഇസ് ഈക്വൽ ടു 2 times. എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ 2 മടങ്ങാണ് ടേൺ ഓവർ. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണുള്ളത്? ഇവിടെ അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് 1,60,000 ആണ് ടോട്ടൽ അസറ്റ്. സോ അതിന്റെ 2 മടങ്ങ് 3,20,000 ആണ് ടേൺ ഓവർ. ദാറ്റ് ഈസ് സെയിൽസ്. ടോട്ടൽ സെയിൽ ഈസ് ഈക്വൽ ടു 3,20,000. ഇനി അതിലുണ്ടായിരുന്ന മറ്റു ക്വസ്റ്റ്യൻ, if the gross profit is 5,000 and net profit is 25% of the gross profit, expense must be. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 5,000, നെറ്റ് പ്രോഫിറ്റ് 25%. ദെൻ എക്സ്പെൻസ് എത്രയാണ്? അതിന് നെറ്റ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ മതി. 25%, 5,000 മൈനസ് 25%, 3,750 അല്ലേ വരുന്നത്? Yes, 3,750. The next, a firm had beginning finished goods inventory of rupees 15,000, ending finished goods inventory of rupees 20,000, and cost of goods sold of 80,000. What was the cost of goods manufactured? ഇതിൽ എത്രയാണ് ക്യാൻസർ കിട്ടിയത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല. നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ ഗുഡ്സിന്റെ കോസ്റ്റ് ആണ്. എന്നാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് ആണ്. മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഡയറക്റ്റ് ലേബർ വരും, ഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഓക്കെ. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. ആ ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇക്വേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ശ്രദ്ധിക്കാം. ഇതില് പർച്ചേസ് കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? പർച്ചേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നു, പർച്ചേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നിന്ന് എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ഡയറക്റ്റ് എക്സ്പെൻസും ഒക്കെ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്.
സോ പർച്ചേസ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അതിന് മൈനസ് ചെയ്യണം. ഓക്കെ, ഈ മൈനസ് ചെയ്ത ക്ലോസിംഗ് സ്റ്റോക്ക് അതിലേക്ക് പ്ലസ് ചെയ്യാം. അപ്പൊ പർച്ചേസിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? പർച്ചേസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഓപ്പണിംഗ് മൈനസ് പർച്ചേസിന്റെ ഇക്വേഷൻ വരും പർച്ചേസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുപോലെ തന്നെ മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വരും. മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ്, അതായത് ആഡ് ചെയ്തതൊക്കെ മൈനസ് ചെയ്യാം, മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസും മൈനസ് ചെയ്യാം പ്ലസ് കോസ്റ്റിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇത് പർച്ചേസിന്റെ ഇക്വേഷൻ ആണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? പർച്ചേസ് എക്സ്പെൻസ് മാത്രമല്ല, ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ വരും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറയുമ്പോൾ പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിന്റെ ഇക്വേഷൻ എന്താ വരിക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിന്റെ ഇക്വേഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്താണ് വരിക? ഈക്വൽസ് ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ല. കോസ്റ്റ് ഇവിടെ ഈ ക്വസ്റ്റ്യനില് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 80,000. സോ 80,000 മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി 15,000 ആണ്. 95,000 വരും. 95 മൈനസ് ആണ്, മൈനസ് ആകുമ്പോൾ 65,000. ഓക്കെ, പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 ആണ്. സോ 85,000 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കൂടുതൽ ആളുകൾ ലഭിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സുകളാണ്. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാനുള്ളതാണ്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Those transactions which are related to the accounting period for which final accounts are being prepared but are not included in the trial balance because these transactions have not yet been recorded in the books of accounts are called adjustments. Books of accounts എഴുതപ്പെടാൻ വിട്ടുപോയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ചില ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എൻട്രി പാസ് ചെയ്യും, അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്തൊക്കെയാണ്? സോ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്യണം. എന്താണ് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ ജേർണൽ എൻട്രീസ് യൂഷ്വലി ഡേറ്റഡ് ദ ലാസ്റ്റ് ഡേ ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ്. അക്കൗണ്ടിംഗ് പീരിയഡിന്റെ അവസാനത്തിലാണ് നിങ്ങൾ ഇതിന് ഡേറ്റ് കൊടുക്കുക. To bring the balance sheet and income statement up to date on the approval basis of account. Balance sheet ഉം income statement ഒക്കെ up to date ആവാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്യുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്
ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ, അസറ്റ് സൈഡിൽ. യെസ്, ട്രയൽ ബാലൻസിൽ സോറി ട്രേഡിംഗ് അക്കൗണ്ടിൽ. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുമാണ് കാണിക്കുക. If it is appeared in the trial balance, ഇനി സപ്പോസ് അത് ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിലോ, ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് directly recording the asset side of the balance sheet. Do not credit in trading account. Trading account അത് ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് സൈഡിൽ കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ അപ്പിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. സെയിൽസിന്റെ താഴെയായിട്ട് നമ്മൾ സാധാരണ കാണിക്കാറുണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കും. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അഫ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ അക്കൗണ്ടിംഗ് പീരീഡിൽ നമ്മൾ പേ ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്, പക്ഷെ നമ്മൾ പേ ചെയ്തിട്ടില്ല. അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. എക്സ്പെൻസസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ കറന്റ് അക്കൗണ്ടിംഗ് പീരീഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. അത് നമ്മൾ ലാബിലിറ്റി ആയിട്ടാണ് കാണിക്കാറുള്ളത്, അല്ലേ? ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതായത് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്ത് കാണിക്കും, അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്, കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്ത് കാണിക്കും. സപ്പോസ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ സാലറി എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്ത് കാണിക്കും. അതുപോലെ ബാലൻസ് ഷീറ്റില് ലാബിലിറ്റീസ്. സപ്പോസ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിലോ, ട്രയൽ ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി. കാരണം അതിൽ ട്രയൽ ബാലൻസിൽ ഓൾറെഡി അഡ്ജസ്റ്റഡ് സാലറി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. It should be added to the concerned expenses on debit side of the trading or profit and loss account. ട്രേഡിംഗ് എന്ന് കൊടുക്കാൻ കാരണം വേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വേജ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്യേണ്ടി വരും. And it should be shown in the balance sheet as current liability. If it is given in the trial balance, it should be shown only in the balance sheet. Trial balance il thannittundengil balance sheet il matram kaanichal. ഇനി ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്. അതായത് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും. സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അപ്പൊ സാലറി അക്കൗണ്ട് സാലറി കൊടുക്കാനുള്ള എമൗണ്ട് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കാണിക്കും. ഇനി അടുത്തതാണ് accrued income. Accrued income means income earned but not received till the end of the accounting year. ഇൻകം നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. ഇൻകം കിട്ടാനുള്ളതാണ്. ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇൻകത്തിന്റെ അതുപോലെ തന്നെ കൺസേൺഡ് ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യും. കൺസേൺഡ് ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യും. അതുപോലെ ബാലൻസ് ഷീറ്റിൽ കറന്റ് അസറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി accrued income account after to concerned income. ഇൻകം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. accrued income account after to the concerned income. ആ ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം ആണ്. സോ അത് കൂടണം എന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ചെയ്യണം. സോ കൺസേൺഡ് ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ ട്രീറ്റ്മെന്റ് എന്താ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. യെസ്,
യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതായത് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കും. കാരണം income received in accounting year, income received in an accounting year does not belonging to the current year. ഓക്കെ, ഇപ്പൊ റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വർഷം കിട്ടാനുള്ളതല്ല. ഫോർ ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ്, അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അൺഏൺഡ് ഇൻകം ആണ്, അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തതാണ്. സോ അതൊരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം. അത് ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഈ വർഷത്തെ ഇൻകം അല്ല, അത് അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. ആൻഡ് ഷുഡ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് കറന്റ് ലിയാബിലിറ്റി. ബാലൻസ് ഷീറ്റിൽ കറന്റ് ലിയാബിലിറ്റി ആയിട്ട് കാണിക്കുകയും ചെയ്യും. Then അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് കൺസേൺഡ് ഇൻകം അക്കൗണ്ട് അപ്റ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്സ്. കാരണം ആ ഇൻകം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇൻകം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്, അതിൻ്റെ അത് കുറച്ച് കാണിക്കണം. സോ ആ ഇൻകത്തെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് കുറയാൻ അതിനെ ഡെബിറ്റ് ചെയ്യണം. കൺസേൺഡ് ഇൻകം അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി അടുത്ത പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് പറയാം. യെസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലൊക്കെ കൊടുക്കാനുള്ളത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് അല്ലേ. അതൊരു അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസിന്. സോ പേയ്മെന്റ് മെയ്ഡ് ഇൻ ദ കറന്റ് ഇയർ ബട്ട് റിലേറ്റഡ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആണ്. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് എക്സ്പെൻസസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി also shown in the balance sheet as current assets. Okay, prepaid expense നമ്മൾ അതാത് എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതാത് എക്സ്പെൻസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കും. അതുപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എങ്ങനെ വരാം? യെസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. കാരണം എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റമാണ് എക്സ്പെൻസ്. ആ എക്സ്പെൻസിൽ നിന്ന് കുറക്കുക നമ്മൾ ചെയ്യുന്നത്. അത് കുറയാൻ വേണ്ടിയിട്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ കൺസേൺഡ് എക്സ്പെൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്തായിട്ടാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് കുറയ്ക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് ഷീറ്റിൽ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തും കാണിക്കും. Depreciation is a decrease in the value of fixed assets due to wear and tear, passage of time, or obsolescence, etc. Debited in profit and loss account or trading account. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്ന് പറയുന്നത് ഫാക്ടറി അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും അതിന്റെ ഡെപ്രിസിയേഷൻ കാണിക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ്, ഡെപ്രിസിയേഷൻ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്രിസിയേഷൻ പിന്നെ നമ്മൾ എവിടെ മാത്രമേ കാണിക്കുള്ളൂ? ബാലൻസ് ഷീറ്റിൽ കാണിക്കോ അതോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കോ? പി ആൻഡ് എൽ അക്കൗണ്ടിൽ. പി ആൻഡ് എൽ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിപ്രിസിയേഷന്റെ കേസിൽ വരുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ തന്നെ കാണിക്കില്ല. കാരണം ട്രയൽ ബാലൻസിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ നമുക്ക് തന്നിട്ടുണ്ടാവും, അസറ്റുകളൊക്കെ തന്നിട്ടുണ്ടാവും. അസറ്റൊക്കെ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും, ഓൾറെഡി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും തന്നിട്ടുണ്ടാവും. സോ പിന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കുറയ്ക്കേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി. So അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി depreciation account after to concerned asset account. Depreciation expense ആണ് ഡെബിറ്റ് ചെയ്യുക. അതായത് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കളയണം. അതുകൊണ്ട് അസറ്റിന് ക്രെഡിറ്റ് ചെയ്യാം. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി അസറ്റിന് ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇനി അടുത്തത് ബാഡ് ഡെറ്റ് ആണ്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ irrecoverable portion of debtors is called bad debt. കിട്ടാക്കടമാണ്.
നമ്മൾ കടത്തിന് വിറ്റതാണ്, പക്ഷെ ആ എമൗണ്ട് നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നതാണ് ബാഡ് ഡെറ്റ്. ഇറ്റ് ഈസ് എ ലോസ് ടു ദ ബിസിനസ്. സോ ബാഡ് ഡെറ്റ് നിങ്ങൾക്ക് അറിയാം, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ്, ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യും. ആ എമൗണ്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്തും കാണിക്കും ബാലൻസ് ഷീറ്റ്. എന്നാൽ ട്രയൽ ബാലൻസിൽ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിലോ, ഇവിടെ ഷോൺ ഇൻ ട്രയൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ കാണിക്കൂ, ബാലൻസ് ഷീറ്റിൽ കാണിക്കണ്ട. കാരണം ബാലൻസ് ഷീറ്റിലുള്ള ഡെപ്റ്റേഴ്സിൽ ഓൾറെഡി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബാലൻസ് ഷീറ്റിൽ ഉള്ള സൺട്രി ഡെപ്റ്റേഴ്സിൽ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ് ട്രയൽ ബാലൻസിൽ ഉണ്ടാകുന്ന ഡെപ്റ്റേഴ്സ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രം ചെയ്താൽ മതി. Then അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി, ബാഡ് ഡെറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, അത് കുറയണമെന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ചെയ്യണം. സോ ബാഡ് ഡെറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇനി അടുത്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് വരുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എനിക്കറിയാം. ബാഡ് ഡെറ്റ് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുപോലെ ബാലൻസ് ഷീറ്റിൽ നിന്ന് സൺട്രി ഡെപ്റ്റേഴ്സ് എന്നത് മൈനസ് ചെയ്യും. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നമ്മൾ ബാഡ് ഡെറ്റ് വരും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യാണ്? ഒരു പ്രൊവിഷൻ വെക്കുകയാണ്, റിസർവ് ആയിട്ട് മാറ്റി വെക്കുകയാണ് കുറച്ച് നാൾ ബാഡ് ഡെറ്റ് ഉണ്ടാവുന്ന രീതി. ന്യൂ പ്രൊവിഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ന്യൂ പ്രൊവിഷൻ ഫർദർ ബാഡ് ഡെറ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറയും. ഈ ഫർദർ ബാഡ് ഡെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അഡീഷണൽ ബാഡ് ഡെറ്റ്. ഓക്കെ, ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അഡീഷണൽ ബാഡ് ഡെറ്റ്. അഡീഷണൽ ബാഡ് ഡെറ്റ് ഒക്കെ മൈനസ് ചെയ്തതിന് ശേഷം, അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് നിന്ന് അഡീഷണൽ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടുമേലാണ് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അഡീഷണൽ ബാഡ് ഡെറ്റ്. അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള അഡീഷണൽ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടുമേലാണ് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം നോക്കേണ്ടി വരും. നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക്, ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കാണുന്നില്ലേ ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കാം. ട്രയൽ ബാലൻസിലെ ഐറ്റമാണ് തന്നിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഒരു ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ആണ്, പെർട്ടിക്കുലേഴ്സും ഡെബിറ്റും ക്രെഡിറ്റും മാത്രം. അതിൽ രണ്ട് ഐറ്റം തന്നിട്ടുള്ളൂ. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് 18,000, സൺട്രി ഡെപ്റ്റേഴ്സ് 1,25,000. then അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് റിട്ടേൺ ഓഫ് ഫർദർ ബാഡ് ഡെറ്റ് 4,000 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും, എങ്ങനെ ബാലൻസ് ഷീറ്റിനെ അഫക്ട് ചെയ്യും എന്ന് കാണിക്കാം. ഈ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഐറ്റംസ് എവിടെ എഴുതാം? ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് 18,000 എവിടെ എഴുതാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാഡ് ഡെറ്റ് എപ്പോഴും നിങ്ങൾ പ്രോഫിറ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം. ഓക്കെ, ബാഡ് ഡെറ്റ് 18,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം. then sundry debtors added to the old bad debts 18,000. ഓക്കെ. സൺട്രി ഡെപ്റ്റേഴ്സ് 1,25,000 ആണ് സൺട്രി ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് അത് അസറ്റ് സൈഡിലാണ് എഴുതാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബാഡ് ഡെറ്റ് ഫർദർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ഓൾഡ് ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യുമോ സൺട്രി ഡെപ്റ്റേഴ്സ്? അത് ഓൾറെഡി ബാലൻസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നോക്കാം നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെറ്റ് 18,000 എഴുതും, അതിലേക്ക് ഫർദർ ബാഡ് ഡെറ്റ് 4,000 ആഡ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്താൽ ബാഡ് ഡെറ്റ് ഇവിടെ 18,000 ആണ്, അതിലേക്ക് ഫർദർ ബാഡ് ഡെറ്റ് അഡീഷണൽ ബാഡ് ഡെറ്റ് 4,000 ആഡ് ചെയ്ത് കാണിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ, അപ്പൊ 22,000 ആണ് ബാഡ് ഡെറ്റ് വരുന്നത്.
ദെൻ ബാലൻസ് ഷീറ്റ് എന്നുള്ള അസറ്റില് സൺഡ്രി ഡെപ്റ്റേഴ്സ് 1,25,000 ആണ്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് ലെസ് ചെയ്യും 4,000. സോ 1,21,000. ന്യൂ പ്രൊവിഷനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ മതി. ഇത് ക്ലിയർ അല്ലേ? ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നു, അതിലേക്ക് ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ സൺഡേ ഡെപ്റ്റേഴ്സ് നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് മാത്രം മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതായത് ഇവിടെ ന്യൂ പ്രൊവിഷൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ സൺഡേ ഡെപ്റ്റേഴ്സ് 40,000, ബാഡ് ഡെറ്റ് 5,000. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട് 5,000. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിലാണ് പ്രൊവിഷൻ എഴുതുക അല്ലെ? നമ്മൾ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻസ് ഒക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രെഡിറ്റ് സൈഡിൽ 3,000. അഡ്ജസ്റ്റ്മെന്റ് രണ്ടുണ്ട്. പ്രൊവൈഡ് അഡീഷണൽ ബാഡ് ഡെറ്റ് 1,000. ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. ഇത്രയാണ് ഉള്ളത്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെ എഴുതണം? Mostly old bad debts 5,000 enter ചെയ്യും. Then additional bad debts add ചെയ്യും. Then no provision 5% net debtors calculate ചെയ്ത് add ചെയ്യും. Then old provision 1,000 deduct ചെയ്യും. യെസ്, അതൊരു മെത്തേഡാണ്. അതായത് സൺഡ്രി ബാഡ് ഡെറ്റ് ഫസ്റ്റ് തന്നെ ബാഡ് ഡെറ്റ് 5,000 എടുക്കും അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെറ്റ് 5,000 എടുക്കും. ദെൻ അതിലേക്ക് അഡീഷണൽ ബാഡ് ഡെറ്റ് ഫർദർ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് 1,000 ആഡ് ചെയ്യും. 5,000ലേക്ക് 1,000 ആഡ് ചെയ്യും. ദെൻ പിന്നെ ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഉണ്ട് അല്ലെ? 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് 5% പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഗുഡ് ഡെറ്റ് മേലാണ് ചെയ്യാം. ഗുഡ് ഡെറ്റ് മീൻസ് ഇവിടെ സൺഡേ ഡെപ്റ്റേഴ്സ് 40,000 ആണ്. അതിൽ നിന്ന് പിന്നെ ഫർദർ ബാഡ് ഡെറ്റ്സ് അഡീഷണൽ ആയിട്ടുള്ള ബാഡ് ഡെറ്റ് 1,000 മൈനസ് ചെയ്യാം. അപ്പൊ 39,000 ആണ് കിട്ടുക. അതിന്റെ 5% ആണ് കാണുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കാണുമ്പോൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് അഡീഷണൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടുള്ള ഫിഗർ മേലാണ് കാണുന്നത്. അപ്പൊ 39,000 മേലാണ് 5% കാണുന്നത്. ഓക്കെ, അപ്പൊ അതും എന്ത് ചെയ്യണം? അതും ആഡ് ചെയ്യണം. ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്യണം. ദെൻ പിന്നെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ ഉണ്ട് അല്ലെ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഓൾഡ് 3,000 ഉണ്ട്. ആ പ്രൊവിഷൻ ഒന്നുകിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ലെസ് ചെയ്ത് കാണിക്കാം. ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യും. ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എഴുതുന്നേരത്ത് ഈ ഡെപ്റ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പുറത്തെ സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. രണ്ടായാലും ഒരേ ഇഫക്റ്റ് ആണ്. ഇപ്പുറത്ത് 3,000 എന്ന് കാണിക്കാം. ഈ 3,000 നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ കാണിക്കാം. സോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് രീതിയിലും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ശരിയാണോ, ഏത് രീതിയിലൊക്കെ ചെയ്താൽ ശരിയാവും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ 3,000 എഴുതാം. അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം? ലെസ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതിവിടെ ചെയ്ത് എങ്ങനെ നോക്കിയേ? ബാഡ് ഡെറ്റ് 5,000, ആ ബാഡ് ഡെറ്റ് 5,000 ഇങ്ങോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. ദെൻ ഫർദർ അഡീഷണൽ ബാഡ് ഡെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അഡീഷണൽ ബാഡ് ഡെറ്റ് 1,000 അത് ആഡ് ചെയ്തു ബാഡ് ഡെറ്റിലേക്ക്. പിന്നെയുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 40,000 ആണ് ഡെപ്റ്റേഴ്സ്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് മൈനസ് ചെയ്തു. ആ ഫിഗറിന്റെ 5% 1,940. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അഡീഷണൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ റിസർവ് ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ള ഫിഗർ 3,000 ക്രെഡിറ്റ് സൈഡിൽ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് എടുത്തില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തില്ല. അല്ലെങ്കിൽ ഇവിടെ ലെസ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 3,000 മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് ബാധിച്ചത് നോക്കിയേ?
ബാലൻസ് ഷീറ്റിൽ നിന്ന് മാത്രമേ നമ്മൾ ലെസ് ചെയ്യുള്ളൂ. അഡീഷണൽ ആയിട്ട് പറയുന്നുള്ളൂ. ഓൾറെഡി അതിലുള്ളത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അഫക്ട് ചെയ്യില്ല. സോ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് 40,000 എന്ന് അഡീഷണൽ ആയിട്ടുള്ള ഈ 1000 ലെസ് ചെയ്തു. പിന്നെ ന്യൂ പ്രൊവിഷൻ ഇവിടെ 5% കണ്ടുപിടിച്ചു 1940, അതും ലെസ് ചെയ്തു. സോ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഇനി ഉണ്ടാവുക 37,050. ഓക്കെ. ഇനി അടുത്തത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആണ്. ശരിയാ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഈ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാം. ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ്, എക്സ്പെൻസ് ആണോ ഇൻകം ആണോ? എക്സ്പെൻസ് ആണ്. അപ്പൊ അത് എക്സ്പെൻസ് ആണ്. നമ്മൾ ഒരു എക്സ്പെൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, അതിന് പ്രൊവിഷൻ വെക്കുകയാണ്. അപ്പൊ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്നത് ലെസ് ചെയ്യും. ഇവിടെ ഈ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഗുഡ് ഡെപ്റ്റ്സ് മേലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊവിഷൻ ഫോർ ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ഒക്കെ മൈനസ് ചെയ്തില്ലേ? അഡീഷണൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിലും അതൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ മേലാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സ് 20,000, ബാഡ് ഡെപ്റ്റ് 800, റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അതാണ് 2,900 ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000, ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ക്രിയേറ്റ് 2% പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ എഫക്ട് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഫക്ട് ചെയ്യും? ഇവിടെ നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെ എഴുതും? ഓൾറെഡി ട്രയൽ ബാലൻസിലുള്ള ബാഡ് ഡെപ്റ്റ് നമ്മൾ എഴുതും അല്ലേ? ട്രയൽ ബാലൻസിലുള്ള ബാഡ് ഡെപ്റ്റ് 800 നമ്മൾ എഴുതും. ഓക്കെ. ക്രെഡിറ്റ് സൈഡിലുള്ളത് 2,900 നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കാം. പിന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000 ഉണ്ട്. ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000 അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000. പിന്നീടുള്ളത് ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അത് നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തു. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ 5% ആണ്. സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട്. അതായത് ഇവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഈ ക്വസ്റ്റ്യനിൽ 20,000 ആണ്. 20,000 എന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000 മൈനസ് ചെയ്താൽ 19,000. സോ 19,000 into 5%, 950. ഓക്കെ. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 950 കിട്ടി. അത് ആഡ് ചെയ്തു. ഇനിയുള്ളത് ഒരു ഐറ്റം കൂടെ ഉണ്ട്, ക്രിയേറ്റ് 2% പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു ഗുഡ് ഡെപ്റ്റേഴ്സ് മേലാണ് ഡിസ്കൗണ്ട് കാണുന്നത്. അപ്പൊ ഇവിടെ ഡെപ്റ്റേഴ്സ് എടുക്കുമ്പോൾ ഈ 19,000 നിന്നുകൂടെ മൈനസ് ചെയ്യണം, ഈ എമൗണ്ടും കൂടെ മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 950 കൂടെ മൈനസ് ചെയ്യണം. സോ 20,000 ആണ് ഡെപ്റ്റേഴ്സ്. അതിൽ നിന്ന് 1,000 ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്തു, 950 പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്തു. ബാക്കിയുള്ള എമൗണ്ട് 18,050 ഉണ്ടാവും. into 2% is equal to 361. Okay. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പുറത്തുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഓൾഡ് പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ലെസ് ചെയ്ത് കാണിക്കാം. ലെസ് പ്രൊവിഷൻ ഓൾഡ് പ്രൊവിഷൻ. ഓക്കെ. ഇനി ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റം ലെസ് ചെയ്ത് കാണിക്കണം? ബാലൻസ് ഷീറ്റ് എത്ര എമൗണ്ട് വരും? അഡീഷണൽ ബാഡ് ഡെപ്റ്റ് 1,000 ലെസ് ചെയ്യണം. പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റിൽ വന്നതൊക്കെ ലെസ് ചെയ്യണം. 5% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 950 ലെസ് ചെയ്യണം. ദെൻ 2% പ്രൊവിഷൻ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് 361, ഇതും ലെസ് ചെയ്യണം. സോ നോക്കാം. ബാലൻസ് ഷീറ്റില് 20,000 ആണ് സൺഡ്രി ഡെപ്റ്റേഴ്സ്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് 1,000, ന്യൂ പ്രൊവിഷൻ 950,
less provision for discount on debtors 361. Okay. Provision for bad debt company, provision for bad and doubtful debt company, provision for discount on debtors. ഇത് പറഞ്ഞു. Provision for discount on debtors ന് adjustment entry ആയിട്ട് വരുന്നത് profit and loss account after to provision for discount on debtors. ഇനി provision for discount on creditors ആണ്. Provision for discount on debtors നമ്മൾ ചെയ്ത പോലെ തന്നെ provision for discount on creditors നമുക്ക് ചെയ്യാം. Credit in profit and loss accounts. Profit and loss account credit ആണ് ചെയ്യാം. And deduct from Sunday creditors in the balance sheet. Balance sheet എന്ന് Sunday creditors എന്ന് ലെസ് ചെയ്യും. അതായത് liabilities ചെയ്തെന്ന് Sunday creditors എന്ന് ലെസ് ചെയ്ത് കാണിക്കും. അതിന്റെ adjustment entry ആണ് provision for discount on creditors account after to profit and loss account. ഇനി അടുത്തായിട്ടാണ് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ. നേരത്തെ പഠിച്ചതാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ മേലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ഫോർ ബിസിനസ് ആൻഡ് ഇൻകം ടു ദ പ്രൊപ്രൈറ്റർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ആഡഡ് ടു ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അത് ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യും. കാരണം അത് ക്യാപിറ്റൽ ആ ഷെയർ ഹോൾഡറുടെ ഇൻകം ആണ്. സോ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അപ്പിയർഡ് ഇൻ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിൽ ഓൾറെഡി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. നോ അഡ്ജസ്റ്റ്മെന്റ് റിക്വയർഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇത് ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ദെൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇനി അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. ഇതിന്റെയൊക്കെ കമ്പ്യൂട്ടേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഒക്കെ കമ്പ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് പാർട്ണർഷിപ്പിൽ പഠിക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യും. ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. കാരണം ഷെയർ ഹോൾഡേഴ്സിന്റെ അവരുടെ ക്യാപിറ്റലിൽ ലെസ് ചെയ്യും. അതുകൊണ്ട് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. ഇഫ് ഇറ്റ് ഈസ് അപ്പിയർഡ് ഇൻ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിൽ അത് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ മാത്രമേ വരുള്ളൂ? ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. നോ അഡ്ജസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് ഡ്രോയിങ് അക്കൗണ്ട് അഫ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇനി അടുത്ത ട്രീറ്റ്മെന്റ് ആണ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് സാധാരണ ചോദിക്കുന്ന റൈറ്റ് ആണ് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ ഓർ ആക്സിഡൻസ്. ഫയർ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് സ്റ്റോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ബിസിനസ് സഫർ ലോസസ് ഡ്യൂ ടു abnormal reasons such as accident, fire, earthquake, etc. The losses are known as abnormal loss. And the loss of stock should be valued at cost and not at the market price. ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. എത്രയായിരുന്നു, എത്ര വിലയുടെ സ്റ്റോക്ക് ആണോ നഷ്ടപ്പോയത്, കത്തിപ്പോയത്, ആ വാല്യൂ ആണ് എടുക്കുക. ആൻഡ് ഇഫ് ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്, ഗുഡ്സ് ഇൻഷുർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസ് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്.
അതായത് ഗുഡ്സ് ഇൻഷൂർ ചിലപ്പോൾ ഈ ഗുഡ്സ് ഇൻഷൂർ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഗുഡ്സ് ഇൻഷൂർ ചെയ്തിട്ടുണ്ടാവില്ല. എനിവേ നമ്മുടെ ഗുഡ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ അതിന്റെ ഇഫക്റ്റ് വരണം. അതായത് നമ്മുടെ സ്റ്റോക്ക് കുറയണം എന്നുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെ ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്നാലേ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയുള്ളൂ. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി ഇങ്ങനെ ലോസ് ഓഫ് സ്റ്റോക്ക് ഡെപ്റ്റർ, ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് അറിയാം. അപ്പൊ ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആയിരുന്നു ആ നഷ്ടപ്പെട്ടു പോയ എമൗണ്ട്. അപ്പൊ അത്രയും സ്റ്റോക്ക് അവിടെ കുറയും. ആൻഡ് സെയിം എമൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്. അതേ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരണം അത് നമുക്ക് ഒരു എക്സ്പെൻസ് ആണ്, നഷ്ടപ്പെട്ടു പോയതാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. So I'll entry profit and loss account up to loss of stock accounts. So ഇവിടെ ഈ എൻട്രി ലോസ് ഓഫ് സ്റ്റോക്ക് ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നത് കൊണ്ട് നമുക്ക് എൻട്രി നേരെ ഇങ്ങനെ എഴുതാം. ഓക്കെ, അത് വെട്ടി പോകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്സ്. പക്ഷെ അതിന്റെ ഇഫക്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നമ്മൾ അതിന്റെ ഇഫക്റ്റ് വരണം. അതുകൊണ്ടാണ് നമ്മൾ ലോസ് ഓഫ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ലോസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് അപ് ടു ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ലോസ് ഓഫ് സ്റ്റോക്ക്. അപ്പൊ ഈ അസറ്റിന് ഇൻഷൂർ ചെയ്തിട്ടില്ല, ഇൻഷുറൻസ് ക്ലെയിം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ എൻട്രി ഇങ്ങനെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ലോസ് ഓഫ് സ്റ്റോക്ക് കാണിക്കാം, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കാം. ഇനി ഗുഡ്സ് ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിലോ? ഗുഡ്സ് ഇൻഷൂർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഗുഡ്സിന്റെ വില മൊത്തമായിട്ട് നമുക്ക് ക്ലെയിം ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സപ്പോസ് 1,00,000 രൂപയുടെ ഗുഡ്സ് ആണ് കത്തിപ്പോയിട്ടുള്ളത്, അതിന്റെ ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം 1,00,000 തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ ഗുഡ്സ് കുറഞ്ഞതായിട്ട് വരണം. ക്രെഡിറ്റ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ്സിൽ എഴുതണം. ആ ഡിസ്റ്റോർഡ് എമൗണ്ട് എത്രയാണോ നഷ്ടപ്പെട്ടു പോയത്, അതിനോട് 1,00,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. And insurance claim should be shown on the asset side of the balance sheet. Profit and loss അക്കൗണ്ടിൽ ഒന്നും എഴുതണ്ട, കാരണം നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഫുൾ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയത് എവിടെ കാണിക്കാം? ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. സോ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമ്പോഴുള്ള എൻട്രി ആണത്. അടുത്തത് if goods are insured and admitted claim partly. ഗുഡ്സ് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല. എല്ലായ്പ്പോഴും നമുക്ക് ഫുൾ ഇൻഷുറൻസ് ക്ലെയിം കിട്ടൂല. 1,00,000 ഉള്ളതിന് 70,000 കിട്ടിയുള്ളൂ, ബാക്കി 30,000 നമുക്ക് നഷ്ടമാണ്. അപ്പൊ എന്താ ചെയ്യാം? എന്തായാലും 1,00,000 രൂപയുടെ സ്റ്റോക്ക് പോയിട്ടുണ്ട്, കുറഞ്ഞതായിട്ട് കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഫുൾ എമൗണ്ട് കാണിക്കണം. ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് 1,00,000 കാണിക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത് 30,000 ആണ്, കാരണം 70,000 ഇവിടെ ക്ലെയിം കിട്ടി. ബാക്കിയുള്ള 30,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. അൺറിക്കവേർഡ് എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ആൻഡ് ഇൻഷുറൻസ് ക്ലെയിം ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയത് 70,000 ആണ്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ ഓർ ആക്സിഡന്റ്, ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കണം. ഇനി അടുത്തത് ഡ്രോയിങ്സ് ഇൻ ഗുഡ്സ്. ഗുഡ്സ് വിത്ഡ്രോൺ ബൈ ദി പ്രൊപ്പറൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. പ്രൊപ്പറൈറ്റർ ഗുഡ്സ് പേഴ്സണൽ യൂസിന് വിത്ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാഷ് അല്ല വിത്ഡ്രോ ചെയ്യുന്നത്, ക്യാഷ് വിത്ഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ക്യാഷ് വിത്ഡ്രോ ചെയ്ത് ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ യൂസിനാവുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നും, ബിസിനസ് യൂസിനാവുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നായിരുന്നു എഴുതിയിരുന്നത്. ഓക്കെ, ഇവിടെ പേഴ്സണൽ യൂസിന് ഗുഡ്സ് ആണ് വിത്ഡ്രോ ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് വിത്ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം?
ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതൂല, പകരം ടു ഗുഡ്സ് അല്ലേ, ഗുഡ്സ് ആകുമ്പോൾ ടു പർച്ചേസ് എന്നാണ് എൻട്രി എഴുതുക. ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ പർച്ചേസ് ബുക്ക് ആൻഡ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. അത് എൻട്രി എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും, ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ആവും, കാരണം ഡ്രോയിങ്സ് വരുമ്പോൾ ക്യാപിറ്റൽ കുറയും. ദെൻ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം, പർച്ചേസ് ബുക്ക്. സോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഡ്രോയിങ്സ് ഇൻ ഗുഡ്സിന്റെ എൻട്രി. ഇനി അടുത്തൊന്നാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. ഗുഡ്സ് ഫ്രീ ആയിട്ട് സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ. Should be treated as an advertisement expense. യെസ്, സാമ്പിൾ ആയിട്ട് കൊടുത്താൽ അതൊരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കുക. കാരണം ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുത്താൽ ഗുഡ്സ് അവിടെ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെയിൽസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അതിനൊന്നും വരുമാനം വരുന്നില്ല. സോ അതൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഇറ്റ്സ് ട്രീറ്റഡ് ആസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആൻഡ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസ് അക്കൗണ്ട്. സോ ഈ എൻട്രി പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ എൻട്രി അപ്പോൾ എന്താ വരിക? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് അക്കൗണ്ട്, അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് ആണ്. ഓക്കെ, അവിടെ ക്യാഷ് അല്ല പോകുന്നത്, ഗുഡ്സ് ആണ് പോകുന്നത്. സോ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ് ഇത്രയും സമയമുള്ളൂ. ചെറിയൊരു ഫംഗ്ഷന് പോകാനുള്ളതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ 1.5 മണിക്കൂർ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ ഡ്രോയിങ്സ് ഇപ്പം നമ്മള് ഗുഡ്സ് വിഡ്രോ ബൈ എ പ്രൊപ്പറേറ്റർ, അപ്പോൾ നമ്മളത് പർച്ചേസ് അക്കൗണ്ടിലായിരിക്കുമല്ലോ കാണിക്കുന്നത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മളത് ബാലൻസ് ചെയ്യേണ്ടി വരും, പർച്ചേസ് അക്കൗണ്ട്. അത് പർച്ചേസ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അത് കുറയും. പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം അല്ലേ, അതിന് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറയും. ക്രെഡിറ്റ് ചെയ്യും. അപ്പോഴ് അത് ഈ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമോ എന്നാണ് ഡൗട്ട്. അതായത് നമ്മൾ ടെമ്പററി അക്കൗണ്ട് അല്ലേ, പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് അതൊരു ടെമ്പററി അക്കൗണ്ട് ആകുമ്പോൾ നമ്മളത് ബാലൻസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഈ ഐറ്റം വരുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യും. സർ, അത് ട്രേഡിംഗ് അക്കൗണ്ടില് പർച്ചേസിന് ലെസ് ചെയ്യില്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് അതെ പർച്ചേസിന് ലെസ് ചെയ്യും. അതാണ്, കാരണം പർച്ചേസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പർച്ചേസിന് ലെസ് ചെയ്ത് കാണിക്കുന്നതിന് ഇഫക്ട്, അതേ ഇഫക്റ്റ് ആണ് ഇവിടെ വരിക, പർച്ചേസിന് കുറയും. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമോ എന്നാണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാലൻസ് ക്യാരി ഡൗൺ എന്നൊക്കെ എഴുതുമോ എന്നാണ് ചോദിച്ചത്. ഇല്ല അല്ലെ, അല്ല ജസ്റ്റ് നമ്മൾ എമൗണ്ട് ടോട്ടൽ ചെയ്തേ ഉള്ളൂ അല്ലേ? എമൗണ്ട് ടോട്ടൽ ചെയ്യാം, അത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. സർ, ഒരു ഡൗട്ടും കൂടെ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും അക്രൂഡ് എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? അക്രൂഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ അക്രൂഡ് ഇൻകോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകോ കിട്ടാനുള്ളത് തന്നെയാണ്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് എക്സ്പെൻസ്, മെയിൻ ആയിട്ട് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാ പറയാറുള്ളത്. തമ്മിൽ ഡിഫറൻസ് എന്ന് പറയാറുണ്ട്. അക്രൂഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതെ, ഇല്ലല്ലോ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. എന്റെ അറിവിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ
ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാണ് നമുക്ക് എക്സ്പെൻസ് നോട്ട് പെയ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയറിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് ആണ്, പക്ഷെ അത് നമ്മൾ പേ ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടുണ്ട്. അതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാ പറയാം. അത് ലാബിലിറ്റിയാണ്. എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്, അത് പറഞ്ഞു തന്നാൽ മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ശരി സർ, താങ്ക് യു. ഈ അക്രൂഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതൊന്നും തമ്മിലുള്ള വ്യത്യാസമല്ലല്ലോ ഉദ്ദേശിച്ചത്? അല്ല, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും അക്രൂഡ് ഓക്കെ ഓക്കെ, അത് ഞാൻ നോക്കണ്ട്, എന്നിട്ട് പറയാം. ഹലോ ഹലോ. സാർ ഒരു ഡൗട്ട്. ഓക്കെ. പ്രൊവിഷൻ ക്രിയേറ്റ് പറഞ്ഞല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് പ്രൊവിഷൻ. ജീവ് പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട് സാറേ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അവൻ വെച്ച നെറ്റ്വർക്ക് പോയിരുന്നു. അതിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ സാറേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അങ്ങനെയല്ലേ പറഞ്ഞത്? അത് ശരിക്കും നമ്മളിപ്പം ഒരു പ്രാക്ടിക്കൽ സിനാരിയോയിലേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്യോ? ഓക്കെ, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി മാത്രമാണ് അവിടെ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരണം, ഒരു എക്സ്പെൻസ് ആണല്ലോ. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അങ്ങനെ യൂസ് ചെയ്തല്ലോ. ഏതെങ്കിലും ഒരു ഡെബിറ്റ്, ഫോർ എക്സാമ്പിൾ ബാഡ് ആൻഡ് ഫുൾ ഡെറ്റ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ, അങ്ങനെ ഒരു എൻട്രി അല്ലേ പാസ് ചെയ്യും ശരിക്കും? ഓക്കെ, ബാഡ് ഡെറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ അങ്ങനെയും ചെയ്യാം. ബാഡ് ഡെറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ബാഡ് ഡെറ്റ് കൂടുകയും ചെയ്യും. അങ്ങനെയല്ല ശരിക്കും പ്രാക്ടിക്കലി നമ്മൾ എൻട്രി ഇടാൻ ശരിക്കും വരുന്നത്? ഓക്കെ, പ്രാക്ടിക്കലി അങ്ങനെ വരിക, കാരണം ബാഡ് ഡെറ്റ് കൂടും. കാരണം ഇത് പ്രൊവിഷൻ ബാഡ് ഡെറ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മൾ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അത് പ്രൊവിഷൻ വെച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാഡ് ഡെറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഓക്കെ, ബാഡ് ഡെറ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് ബാഡ് ഡെറ്റിലേക്ക് വരും. ഇപ്പോ ബാഡ് ഡെറ്റ് ആയിട്ടില്ലല്ലോ. അല്ല, അപ്പൊ നമ്മളിപ്പോ ബാഡ് ഡെറ്റ് ആയിട്ടില്ലെങ്കിൽ എങ്ങനെ പ്രാക്ടിക്കലി ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നമ്മൾ തിയറിറ്റിക്കലി ആയിട്ട് പ്രോഫിറ്റ് അങ്ങനെ സെലക്ട് ചെയ്തു. പ്രാക്ടിക്കലി നമ്മൾ JV പാസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഹലോ, നമ്മളിപ്പോ അതായത് തിയറിറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ ശരി, നമ്മുടെ ക്വസ്റ്റ്യൻ പിന്നെ പേപ്പറിൽ എഴുതും, നമുക്ക് ബുക്കിലൊക്കെ എഴുതും P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാന്ന് പറയാം. പക്ഷെ അത് പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു എൻട്രി ബിസിനസ്സിൽ നമുക്കിപ്പോ നാളെ ഒരു പ്രൊവിഷൻ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് അങ്ങനെ ചെയ്യാം, ഏതെങ്കിലും ഒരു വേറൊരു GL അല്ലേ ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഓക്കെ, നമുക്ക് നോക്കാം ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ്. മീൻസ് അതായത് നമുക്കിപ്പോ ഒരു P&L അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു GL അല്ല നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ജനറൽ ലെഡ്ജർ. അങ്ങനെയല്ലേ സാറേ? ഓക്കെ, നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇഫക്ട് വരണം, സോ അതിന് ഡെബിറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കൊടുക്കാം. ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാഡ് ഡെറ്റിന് ഡെബിറ്റ് ചെയ്യാത്തതിന്റെ കാരണം ബാഡ് ഡെറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഇനി Okay, thank you, sir. ഓക്കെ, Okay, thank you, sir. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir.